ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പെർഫെക്റ്റ് സ്ലീവ് കട്ടിങ്ങിന് ഏതെല്ലാം അളവുകൾ വേണം, അതെങ്ങനെയെല്ലാം വരയ്ക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിട്ട് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നോക്കിയിട്ട് തന്നെ വീഡിയോയിലോട്ട് പോകാം. സ്ലീവ് കട്ടിങ്ങിന് ആയിട്ട് 4 അളവുകൾ വേണം. ഒന്നാമത്തെ അളവാണ് ആം ഹോൾ റൗണ്ട്. രണ്ടാമത്തെ കൈവണ്ണം അഥവാ ബൈസിപ്സ് കൈവണ്ണം. 3 സ്ലീവിൻ്റെ ലെങ്ത്ത്, സ്ലീവ് ലെങ്ത്ത്. 4 സ്ലീവ് ഓപ്പൺ. 4 അളവുകളും പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ നമ്മുടെ സ്ലീവ് നല്ല ഭംഗിയായിട്ടിരിക്കും. തമ്പനയിൽ കാണുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റിൽ നമുക്ക് സ്ലീവ് കിട്ടും. ഇത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. അളവുകൾ ഇത് നമ്മുടെ ആം ഹോൾ റൗണ്ട്. സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് വരാനായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് തന്നെ മാക്സിമം എടുക്കുക. എന്നാലാണ് 100% പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്ലീവ് കിട്ടുള്ളൂ. ആം ഹോൾ റൗണ്ട് ഇതാ ഇവിടെ നിന്ന് ഇവിടെ വരെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്നതാണ് ആം ഹോൾ റൗണ്ട് എടുക്കാം. ഈ രണ്ടാമത്തെ ഇവിടെ തന്നെ ഇവിടേക്ക് ആണ് നമ്മുടെ കൈവണ്ണം അഥവാ ബൈസിപ്സ് എടുക്കേണ്ടത്. ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. 3 ആവാം, 10 ആവാം, 11 ആവാം, 8 ആവാം, ഇഷ്ടം പോലെ. സ്ലീവ് ഓപ്പൺ അതും നമ്മുടെ അളവ് പോലെ തന്നെ എടുക്കാം. അപ്പോൾ ഈ 4 അളവുകളുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവിനുള്ള തുണി 2ആയിട്ട് മടക്കിയിട്ടു. അപ്പോൾ തുണിയിലെന്ന് വെച്ചാൽ 4ആയിട്ട് മടക്കിയിടുക. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 7.5 ഇഞ്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. 1/4 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് നമുക്ക് മടക്കി ഹെമ്മിങ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ലൈൻ കൊടുക്കുകയാണ്. ഒന്നര ഇഞ്ച് മടക്കി ഹെമ്മിങ് ചെയ്യാനായിട്ട് എടുത്തു. സ്ലീവിൻ്റെ ലെങ്ത്ത് 7.25 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൽ 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ്. ഇനി നമ്മുടെ ആം റൗണ്ട്. അപ്പോൾ ആം റൗണ്ട് വരുന്നത് 16 ഇഞ്ചാണ്. കൈവണ്ണം വരുന്നത് 13 ഇഞ്ച്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് 7.25. സ്ലീവ് ഓപ്പൺ 5.5. അപ്പം ഈ മെഷർമെൻറ്റിലാണ് ഞാനിവിടെ സ്ലീവ് കട്ടിങ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആം റൗണ്ട് ഫസ്റ്റ് എടുക്കാം. ആം റൗണ്ട് വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് 8 ഇഞ്ച് എടുത്താൽ മതി. കൈവണ്ണം വരുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് 6 എടുക്കാം. നമ്മളിവിടെ 4ആയി മടക്കിയിട്ട തുണിയിൽ ഈ കോർണറിൽ നിന്ന് ഇങ്ങനെ പിടിച്ച്, ഇപ്പോൾ നമുക്ക് ആം റൗണ്ട് കിട്ടേണ്ടത് 8 ഇഞ്ചാണല്ലോ. അപ്പോൾ 8 ഇഞ്ചിൻ്റെ അവിടെ ജസ്റ്റ് റഫായിട്ടൊന്ന് ഡോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കൈവണ്ണം വരുന്നത്
13 ഇഞ്ചാണ്, അതിൻ്റെ പകുതി 6.5. ആറര നമുക്ക് എവിടെയാണ് കിട്ടണേ നോക്കാം. ഏതാണ്ട് ഈ കൈവണ്ണവും ആം റൗണ്ടും ഒരേ പോയിന്റിൽ നമുക്ക് കിട്ടണം. എന്നാലേ നമ്മുടെ സ്ലീവ് തമ്പനെയിലിൽ കാണുന്ന പോലെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ക്യാപ്പ് ഹൈറ്റ് നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ എത്രയാണ് നമുക്ക് ക്യാപ്പ് ഹൈറ്റ് കിട്ടണേന്ന് നോക്കാം. ക്യാപ്പ് ഹൈറ്റ് 3.25 ഇഞ്ചാണ് ഇതിൽ ക്യാപ്പ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോർമുല നോക്കിയിട്ടാണെങ്കിൽ 3.5 ഇഞ്ച്, 3.25, 3 ഒക്കെയാണ് നമുക്ക് എടുക്കുക. പക്ഷെ നമ്മൾ ബോഡിയിൽ നിന്നുള്ള അളവ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ആം റൗണ്ടും കൈവണ്ണവും അല്ലെങ്കിൽ ബൈസിപ്സും ഏത് പോയിന്റിലാണോ ഒരുമിച്ച് വരുന്നത് ആ പോയിന്റിലേക്ക് നമ്മൾ വരച്ച് ഷേപ്പ് ചെയ്യുക. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, കറക്റ്റായിട്ട് ഇവിടെ 8 ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ 6 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് വെച്ച് വരയ്ക്കാന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് സ്ലീവ് കിട്ടും. ഈ സ്ലീവിൻ്റെ ഓപ്പൺ വരുന്നത് 5.5 ഇഞ്ചാണ്. മാർക്ക് ചെയ്ത് ആളുകൾക്ക് ആം റൗണ്ടും ബൈസിപ്സും തമ്മിൽ മാറ്റം ഉണ്ടായിരിക്കും. ചിലർക്ക് ഒരുപോലെ വരാം. ചിലർക്ക് ആം റൗണ്ട് 16 ആണെങ്കിൽ കൈവണ്ണം 17 വരാം. നേരെ തിരിച്ചും വരാം. 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വരാം. ചിലർക്ക് ആം റൗണ്ടും കൈവണ്ണവും തമ്മിൽ 4 ഇഞ്ചിൻ്റെ വ്യത്യാസം വരാം. ഇവിടെ ഇപ്പോൾ ആം റൗണ്ട് 16 ഇഞ്ചും കൈവണ്ണം 13 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരു 3 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കൈവണ്ണവും ആം റൗണ്ടും ഏത് പോയിന്റിലാണോ വരുന്നത് ആ പോയിന്റിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് സ്ലീവ് കട്ട് ചെയ്താൽ സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് വരും. കഴിഞ്ഞിട്ടില്ല. ഇനി തമ്പനെയിൽ പോലെ നമുക്ക് സ്ലീവ് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്താൽ അത് ലൂസായിരിക്കും. നമ്മൾ ചെറുതായിട്ടൊരു 1/4 ഇഞ്ച് കാലിഞ്ചിൽ ഒരു ചെറിയൊരു കർവ് കൊടുക്കുക. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് തമ്പനെയിൽ കാണുന്ന പോലെ സ്ലീവ് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ കുറയ്ക്കാൻ പോകരുത്. ഇനിയിപ്പോൾ ആം ഹോളിൽ ലൂസ് വേണം, ബൈസിപ്സിൽ ലൂസ് വേണം എന്നുള്ളവർ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ ലൂസ് ഇടാം. ഇപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് മെത്തേഡ് ബോഡിയിൽ നിന്ന് ഏത് അളവാണ് കിട്ടുന്നത് ആ അളവിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് കിട്ടും. ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ വരുന്നതില്ല. അത് കൈവണ്ണും ആം ഹോളിൻ്റെ റൗണ്ടും അനുസരിച്ച് ഈ ഷേപ്പിലും മാറ്റം വരും. നമുക്ക് പെർഫെക്റ്റായിട്ട് ഈ ഷേപ്പ് തന്നെ കിട്ടണമെന്നൊന്നുമില്ല. ഷേപ്പിലും മാറ്റം വരും. ക്യാപ്പ് ഹൈറ്റിലും മാറ്റം വരും. അപ്പോൾ എല്ലാവരും ഈ മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് സ്ലീവ് കട്ട് ചെയ്ത് നോക്കൂ. പെർഫെക്റ്റായിട്ട് നമ്മുടെ സ്ലീവ് കിട്ടുന്നതായിരിക്കും.